നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഒരു കഥനകഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ടെത്തിയതുമില്ല എന്ന് പറയുന്ന കണക്കിലുള്ള ഒരു കഥ. അത് അൻവറിൻ്റെ കഥയാണ്. പിണറായി വിജയൻ എൻ്റെ ബാപ്പായ്ക്ക് തുല്യനാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ 8 കൊല്ലമായി ഇടത് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന രാഷ്ട്രീയക്കാരൻ PV അൻവർ. ഒരു സുപ്രഭാതത്തിൽ അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ശത്രുപക്ഷത്ത് നിർത്തുകയും അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ തുറന്നെതിർക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. എന്താണ് ഇത്തരത്തിൽ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്ന് ആർക്കും മനസ്സിലായില്ല, ആർക്കും അറിയില്ല. മലപ്പുറത്തെ മുസ്ലിങ്ങളെ മുഴുവൻ കള്ളക്കടത്തുകാരും ക്രിമിനലുകളുമാക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നതാണ് അൻവറിൻ്റെ പ്രധാനമായിട്ടുള്ള ആരോപണം. 1 മാസത്തോളം ഇതേ കാര്യങ്ങൾ ഉന്നയിച്ച് അൻവർ CPM-നെയും മുഖ്യമന്ത്രിയൊക്കെ ഞെട്ടിച്ചുകൊണ്ടേയിരുന്നു. ന്യൂനപക്ഷ സമുദായത്തെ തിരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കൂ എന്നുള്ള സൂചനകൾ അൻവറും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുമൊക്കെ മുന്നോട്ട് വെക്കുന്ന നരേറ്റീവായി മുൻപിലെത്തി. അൻവറിൻ്റെ വാദങ്ങൾ ശരിവെക്കുന്ന വിധത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം പോലും. PR ഏജൻസിയുടെ ദ ഹിന്ദു അഭിമുഖത്തിലും മലപ്പുറത്തെ സ്വർണ്ണക്കടത്തും ക്രിമിനൽ കേസുകളും മുഖ്യ ചർച്ചാ വിഷയമായി മാറി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചെന്നൈ കേന്ദ്രീകരിച്ച് നടത്തിയ ഓപ്പറേഷനുകളുടെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായിട്ടുള്ള DMK-യുടെ സഖ്യകക്ഷിയായി പ്രവർത്തിക്കുവാൻ അൻവർ ഒരു നീക്കം നടത്തുകയും ചെയ്തു. അതാണല്ലോ ഞാൻ ആദ്യം സൂചിപ്പിക്കുന്ന പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള DMK എന്ന് പറയപ്പെടുന്ന പേരുള്ള സാമൂഹ്യ സംഘടന, അതായത് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള. വലിയ പേരൊക്കെയാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. ആ സാമൂഹ്യ സംഘടന മഞ്ചേരിയിൽ പ്രഖ്യാപിക്കുമെന്നാണ് അൻവറും അനുയായികളും പറഞ്ഞത് പോലും. പക്ഷേ തമിഴ്നാട്ടിലെ DMK-യുടെ വക്താവ് TK ഇളങ്കോവൻ പറഞ്ഞത് സഖ്യകക്ഷികളിൽ നിന്നുള്ള വിമതരെ ഉൾക്കൊള്ളുന്ന പതിവ് DMK-ക്ക് ഇല്ല എന്നാണ്. CPM തമിഴ്നാട്ടിൽ ഭരണമുന്നണിയിലും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെയും ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ DMK-യിൽ ചേർന്ന് പ്രവർത്തിക്കുക എന്ന അൻവറിൻ്റെ മോഹത്തിന് തിരിച്ചടിയായി എന്നുള്ളതാണ്. അൻവറിൻ്റെ വരവിന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്ന് തണുത്ത പ്രതികരണം കൂടി ഉണ്ടായപ്പോൾ അതോടുകൂടി അൻവർ തീരെ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തിലേക്ക് എത്തി. പാർട്ടി വേണ്ട എന്ന് കരുതാൻ തുടങ്ങി. ഇനി എന്താണ് മുന്നോട്ട് പോകേണ്ടത് എന്നും അറിയില്ല. ഏതായാലും DMK-യിലേക്ക് പോകാൻ പെട്ടിയെടുത്തിറങ്ങിയ അൻവറിന് പാർട്ടിയിലേക്ക് പ്രവേശനം പോലും നിഷേധിച്ചത് വല്ലാത്ത തിരിച്ചടിയായിപ്പോയി എന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു, എന്നാൽ അമ്മ തൊട്ട് എത്തിയതുമില്ല. ഇപ്പോൾ ചോദിക്കുമ്പോഴും കോൺഗ്രസിലേക്കും മുസ്ലിം ലീഗിലേക്കും ഇല്ല എന്ന് പറയുമ്പോഴും DMK എന്ന് പറയപ്പെടുന്ന പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ച പരാജിതനായ MLA അൻവർ ഇനി എങ്ങോട്ട് പോകും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പിണറായി വിജയൻ തൻ്റെ ബാപ്പയ്ക്ക് തുല്യനാണ് എന്ന് പറഞ്ഞ് ഏകദേശം കഴിഞ്ഞ 8 കൊല്ലത്തോളം ഇടത് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നല്ലോ ഈ PV അൻവർ. PV അൻവർ ഒരു സുപ്രഭാതത്തിലാണ് ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അനഭിമതനാകുന്നത്, അദ്ദേഹത്തിനെ ശത്രുപക്ഷത്ത് നിർത്തുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ചെയ്തികൾ കാട്ടിക്കൂട്ടിയത് എന്ന് പറയുവാനുള്ള ബാധ്യത അൻവറിന് മാത്രമാണ്. പക്ഷേ അത് അൻവർ എന്തുകൊണ്ടോ പറയുന്നില്ല. അൻവർ മറയ്ക്കുന്ന ഒരു പൊളിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഒരു നുണയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ നുണ പുറത്തു പറയുക തന്നെ വേണം അൻവർ. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ബാപ്പയ്ക്ക് തുല്യനായ പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞത് എന്ന്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ബാപ്പയെ ഇപ്പോൾ ശത്രുപക്ഷത്ത് നിർത്തിയത് എന്നുള്ളത്, ഇതിനൊക്കെ ഉത്തരം പറയുവാനുള്ള ബാധ്യത അൻവറിനുണ്ട്. അതുകൊണ്ട് അൻവറിൻ്റെ കഥനകഥ കേരളം ഇനി വിശ്വസിക്കില്ല. നിങ്ങൾ പറഞ്ഞതൊന്നും ഇനി ആരും നിങ്ങൾക്ക് വോട്ടാക്കി മാറ്റില്ല. നിങ്ങളിനി എത്രയൊക്കെ പറഞ്ഞാലും, നിങ്ങളിനി നിലമ്പൂരിൻ്റെ MLA ആയി കാലാകാലം തുടരാമെന്ന് വിചാരിച്ചാലും വിശ്വസിച്ചാലും അതൊരിക്കലും സംഭവിക്കാനും പോകുന്നില്ല. ഈ തിരഞ്ഞെടുപ്പോടുകൂടി ചിലപ്പോൾ അൻവറിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിച്ചേക്കാം. ഈ കഥനകഥയുമായി ഇനിയും ഒരുപാട് ദൂരം അൻവറിന് സഞ്ചരിക്കേണ്ടി വരില്ല. കാരണം രാഷ്ട്രീയം മതിയാക്കി വീണ്ടും ആ ആഫ്രിക്കയുടെ തീരങ്ങളിലേക്ക് അൻവറിന് കടന്നു പോകാം, അവിടെ കൃഷി ചെയ്ത് ജീവിക്കുകയും ചെയ്യാം.